ആന ഈ മേഖലയിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷെ ആനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ ഫെലിക്സ്? എവിടെയാണ് ആന എന്നുള്ളത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ? സ്പോട്ട് ചെയ്തിട്ടുണ്ടോ ആനയെ? ആന ഏതായാലും ഈ ഭാഗത്തുണ്ട്. അതായത് കർണാടക അതിർത്തിയോട് പങ്കിടുന്ന വയനാടിൻ്റെ കട്ടിക്കുളം ഈ മണ്ണുണ്ടി കോളനി പരിസരത്തുണ്ട് എന്ന് തന്നെയാണ് വനം വകുപ്പിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ വൈക്കോടി വെക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘം വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘം ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരോട് ഈ പരിസരത്ത് എത്താനാണ് വനം വകുപ്പിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇത് കോളനിയാണ്, കോളനിയോട് ചേർന്ന ഭാഗമാണ്. ഒരു വശത്ത് അതിർത്തിയാർന്ന കർണാടക വനപ്രദേശമാണ്. അപ്പോൾ ഈ പരിസരത്ത് എവിടെയോ ആന ഉണ്ട് എന്നതാണ് ഇവിടെ എത്തിയിരിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കടക്കം ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായി ആന എവിടെ ഉണ്ട് എന്നത് പറയാൻ കഴിയുന്നില്ല. അതായത് ഈ പ്രദേശത്ത് എവിടെയോ ആന ഉണ്ട് എന്നതാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരം. ഇതൊരു കോളനിയാണ്, ധാരാളം പേർ ആളുകളൊക്കെ തന്നെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിന് എവിടെയോ ആന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരമൊരു നിർദ്ദേശം ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കൂടുതൽ വൈക്കോടി വെക്കാനുള്ള അടക്കമുള്ള സംഘം ഇവിടെ ഈ പ്രദേശത്ത് മണ്ണുണ്ടി കോളനിയോട് സമീപത്തുള്ള സ്ഥലത്ത് തന്നെ ഈ ആളുകളൊക്കെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. വനംവകുപ്പിൻ്റെ സംഘമൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായത് ഈ കോളനിയിൽ എവിടെയാണ് എന്ന് ഇതുവരെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും അത്തരം വലിയ രീതിയിലുള്ള സന്നാഹം വനംവകുപ്പിൻ്റെ അടക്കമുള്ള സന്നാഹം ഇവിടെയുണ്ട്. നിരവധി ആളുകൾ താമസിക്കുന്ന, അതായത് കോളനിയോട് ചേർന്ന പ്രദേശമാണ്, കോളനിയാണിത്. അപ്പോൾ നിരവധി ആളുകളൊക്കെ തന്നെ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെയുള്ള നിർദ്ദേശം നൽകാനുള്ള സംവിധാനമൊക്കെ തന്നെ വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. അത്തരം വാഹനങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിച്ച് ഉള്ള സംവിധാനങ്ങളൊക്കെ ആണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ ഉദ്യോഗസ്ഥർ, അതായത് വനംവകുപ്പിൻ്റെ കൂടുതൽ ഉദ്യോഗസ്ഥർ മയക്കുവെടി വെക്കാനുള്ള സംഘമടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് കാട്ടിക്കുളം ബാവലി റോഡിനോട് ചേർന്ന സ്ഥലമാണ്, കർണാടക അതിർത്തി മേഖലയാണ്, വനമേഖലയാണ്. അപ്പോൾ ഒരുപക്ഷെ ആന വനത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ എന്നും വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ അല്ലാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും മയക്കുവെടി വെക്കുകയാണെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതിലും വനത്തോട് ചേർന്ന പ്രദേശത്തേക്ക്, അതായത് വന അതിർത്തിയോട് ചേർന്ന പ്രദേശത്തേക്ക് ആന നീങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ഒരു ആശ്വാസകരമായ കാര്യം. പക്ഷേ അപ്പോഴും കോളനിയിൽ തന്നെയാണ് ആനയുള്ളത്. വനത്തിലേക്ക് പൂർണ്ണമായും ആന കടന്നിട്ടില്ല. കോളനി പരിസരത്ത് തന്നെ ആന ഉണ്ടെന്ന വിവരമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ എത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ മയക്കുവെടി വെക്കാനുള്ള സംഘമടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവർക്ക് കൃത്യമായ നിർദ്ദേശം, അതായത് ഈ പരിസരത്ത് എവിടെയോ ആന ഉണ്ടെന്ന നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മയക്കുവെടി വെക്കാനുള്ള സംഘമടക്കമുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ വേണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ അവർ മുതിർന്ന ഈ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരടക്കം നൽകുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു തീരുമാനങ്ങൾ ഉണ്ടാകുക. മാത്രമല്ല ഇത് ധാരാളം പേർ താമസിക്കുന്ന ഒരു സ്ഥലം കൂടി ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ വളരെ പെട്ടെന്ന് അത്തരം ഓപ്പറേഷനുകളൊന്നും തന്നെ നടത്താൻ കഴിയില്ല. അതിന് ഒരു സമയവും കാലതാമസവും ഒക്കെ എടുക്കുമെന്നതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശം, ഇവിടെയുള്ള ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം അടക്കം നൽകിയിട്ടുണ്ട്. ഈ കോളനിയിൽ എവിടെയോ, പറഞ്ഞതുപോലെ ഈ മണ്ണുണ്ടി എന്ന് പറയുന്നത് ജനവാസ മേഖലയാണ്, കോളനി മേഖലയാണ്, ഒരുപാട് പേർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വെച്ചൊരു ദൗത്യം നടത്തുക അല്ലെങ്കിൽ ഒരു മയക്കുവെടി വയ്ക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ കാര്യം തന്നെയായിരിക്കും. അത് നടന്നില്ല എങ്കിൽ ഈ ആനയെ അല്ലാത്ത രീതിയിൽ കാട് കയറ്റുക എന്ന് പറയുമ്പോൾ ഈ മേഖലയ്ക്ക് തൊട്ടടുത്താണോ കാടുള്ളത്? ഒരു പ്ലാൻ ബി, അതിപ്പോൾ വനം വകുപ്പ് പുറത്തു വിടുന്നില്ല എങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്കത് ഒന്ന് വിലയിരുത്താൻ സാധിക്കുമോ? ഇപ്പോൾ ഈ മേഖലയിൽ ഒരു പ്ലാൻ എ എന്ന് പറയുന്നത് മയക്കുവെടി വയ്ക്കുക, അത് നടന്നില്ല എങ്കിൽ മറ്റെന്ത് ഒരു നടപടിയിലേക്കാകും വനം വകുപ്പ് കടക്കുക? ഫെലിക്സിന് എന്താണ് തോന്നുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വനാതിർത്തിയാണ്, കർണാടക വനത്തോട് ചേർന്ന പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തേണ്ടി വരില്ല. ഒരുപക്ഷെ ആന കാട് കയറി പോകാനുള്ള സാധ്യത വനം വകുപ്പ് വിലയിരുത്തുന്നുണ്ട്. ആ സാധ്യത വനം വകുപ്പ് കാണുന്നുമുണ്ട്. അപ്പോൾ അതിനുശേഷമായിരിക്കും, അങ്ങനെ സാധ്യത ഇല്ലാത്തൊരു സമയം എത്തുകയാണെങ്കിൽ മാത്രമായിരിക്കും മയക്കുവെടി വെച്ച് പിടികൂടുക തുടങ്ങിയ നടപടിയിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊക്കെ തന്നെ കർണാടക വനമേഖലയാണ്. ഒരു വശത്ത് വനമാണ്, മറ്റൊരു വശത്താണ്, അതായത് അതിർത്തി ഒരു ചെറിയൊരു തോട് പോലൊരു സ്ഥലമുണ്ട്. അതിനിപ്പുറത്താണ് ഈ ആളുകളൊക്കെ താമസിക്കുന്ന കോളനിയുള്ളത്. തൊട്ടപ്പുറത്ത് വനമാണ്. അപ്പോൾ വനത്തിലേക്ക് ആനയ്ക്ക് വളരെ വേഗം കടക്കാൻ കഴിയും. അങ്ങനെ കടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഓപ്പറേഷന് സാധ്യതയില്ല. പക്ഷെ അതേസമയം ഈ കോളനി പരിസരത്ത് തന്നെ മണ്ണുണ്ടിയിൽ നിന്ന് കാട്ടിലേക്ക് ആനയെ കയറ്റണമെങ്കിൽ അത് ഈ ജനവാസ മേഖലയിൽ കൂടി തന്നെ ആയിരിക്കില്ലേ? മറ്റേതെങ്കിലും വഴിയുണ്ടോ? ജനവാസ മേഖലയാണ്, കോളനികളാണ്. പക്ഷേ അങ്ങനെ അടുത്തടുത്ത വീടുകളൊന്നുമല്ല. വീടുകൾ ഏറെ മാറിയുള്ള
സ്ഥലമാണ്. അതായത് അടുത്ത വീടുകൾക്കപ്പുറത്തേക്ക് മാറി മാറി വീടുകളുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആന ഇതുവഴി പോവുകയാണെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ ആവശ്യം വരില്ല, അല്ലെങ്കിൽ ആന തനിയെ കാട് കയറി പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു സാധ്യതകളാണ്. കൃത്യമായൊരു വ്യക്തത ഏതായാലും ഈ കാര്യത്തിലൊന്നും തന്നെ ഇല്ല എന്നതാണ്. ഏതായാലും ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശങ്കയുണ്ട്. പ്രത്യേകിച്ചും ഈ മേഖലയിലേക്ക് ഈ ആന വന്നു എന്ന് പറയുമ്പോൾ വലിയ ആശങ്ക സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും എന്താണ് അടുത്ത നടപടി എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ആന ഏതായാലും ഈ കോളനി പരിസരത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ആന നിൽക്കുന്നത് വനാതിർത്തിയാണ്, കർണാടക ഫോറസ്റ്റാണ്. കർണാടക ഫോറസ്റ്റോട് ചേർന്ന പ്രദേശത്താണ് ഇപ്പോൾ നിലവിൽ ആനയുള്ളത്. അതുകൊണ്ട് തന്നെ ആനയെ നിരീക്ഷിക്കുകയാണ് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തി ആനയെ നിരീക്ഷിക്കുന്നു. അതിനപ്പുറത്തേക്ക് മറ്റു ഓപ്പറേഷനിലേക്ക് പോകണോ, എന്ത് വേണം എന്ന കാര്യത്തിൽ കുറച്ചുകൂടി നിരീക്ഷിച്ച ശേഷം മാത്രമായിരിക്കും വനംവകുപ്പ് അത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക. കാരണം ഒന്നാമത്തെ കാര്യം, ഇത് ജനവാസ മേഖലയോട് ചേർന്ന് വനപ്രദേശത്തോട് ചേർന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് പല സാധ്യതകൾ ഉണ്ട്. ഒരുപക്ഷെ ആനയ്ക്ക് സ്വയം കാട് കയറി പോകാൻ സാധ്യതയുണ്ട്. അപ്പം തന്നെ ജനവാസ മേഖലയാണ്. അപ്പോൾ മയക്കുവെടി വെക്കേണ്ടി വന്നുകയാണെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കും നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോൾ വനംവകുപ്പ് ആനയെ കൃത്യമായി സ്പോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഈ കോളനി പരിസരത്തുണ്ട്. ഈ കോളനി പരിസരത്ത് എവിടെയോ ആന ഉണ്ട് എന്നതാണ്. പക്ഷേ ആന കാട് കയറി പോകാനുള്ള സാധ്യതയും വനംവകുപ്പ് കാണുന്നു. പക്ഷേ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായില്ല. ജനവാസ മേഖലയോടും വനപ്രദേശത്തോടും ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്ത് ആന ഇപ്പോൾ ഏതായാലും ഉണ്ട്. അവിടെ ആന ഏതാനും മണിക്കൂർ നേരത്തെ നമുക്കറിയാം ചാലിഗന്ത എന്ന സ്ഥലത്ത് നിന്നും അവിടെ നിന്നും ഏകദേശം ഒരു 8 കിലോമീറ്റർ ദൂരമുണ്ട്. അതായത് നേരത്തെ ഇന്നലെ ആന അവിടെ ആ വീട്ടിൽ അജീഷിനെ കൊലപ്പെടുത്തിയ സ്ഥലത്ത് നിന്നും ഏതാണ്ട് 8 കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ സ്ഥലം. കാട്ടിക്കുളം ബാവലി റോഡിന് സമീപത്തുള്ള സ്ഥലമാണ് മണ്ണുണ്ടി കോളനി. അപ്പോൾ ഈ കോളനി പരിസരത്തായി ആനയുണ്ട്. അത് കൃത്യമായി സ്പോട്ട് ചെയ്യാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയിൽ ഈ പരിസരത്ത് എവിടെയോ ഉണ്ട് എന്നവർ പറയുന്നു. വനത്തോട് ചേർന്ന മേഖലയായതുകൊണ്ട് തന്നെ പരമാവധി നിരീക്ഷിച്ച ശേഷം സ്വയം കാട് കയറി പോകുമോ എന്ന കാര്യത്തിൽ ഒരു സാധ്യത തേടുക. അതല്ലെങ്കിൽ മാത്രമായിരിക്കും കൂടുതൽ മയക്കുവെടി വെച്ച് പിടികൂടുക തുടങ്ങി ഇതിലേക്ക് പോകുക. അതിൽ ആശ്വാസകരമായ കാര്യം, നേരത്തെ കൂടുതൽ ജനവാസ മേഖലയ്ക്ക് അടുത്തായിരുന്നെങ്കിൽ ഇപ്പോൾ അത്ര അടുത്തല്ല, വനത്തോട് ചേർന്ന് ഉള്ള ജനവാസ മേഖലയിലേക്ക് ആന എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം ഒരുപക്ഷെ ആന ഈ കാട് കയറി പോകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ ഓപ്പറേഷൻ വേണ്ടിവരില്ല. പ്രത്യേകിച്ചും ഈ കർണാടക അതിർത്തിയോട് ചേർന്നൊരു മേഖലയായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭൂമിശാസ്ത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വശത്ത് ഫോറസ്റ്റാണ്, കർണാടക വനമേഖല ഉണ്ട്. മറ്റൊരു വശത്താണ് കേരളത്തിൻ്റെ ഭൂമിയിൽ ആളുകൾ താമസിക്കുന്ന കോളനി ഉള്ളത്. അപ്പോൾ വളരെ വേഗം ആനയ്ക്ക് ഈ കർണാടക വനപ്രദേശത്ത് നിന്ന് വന്ന ആനയാണ് തിരികെ മടങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ആന അങ്ങനെയല്ല. ഒരുപക്ഷം ജനവാസ മേഖലയിൽ തന്നെ ഏറെ നേരം നിലയുറപ്പിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ വേണ്ടിവരും. മയക്കുവെടി അടക്കം വെച്ച് ആനയെ ഇവിടെ നിന്നും മാറ്റേണ്ടി വരും. പക്ഷേ അക്കാര്യത്തിൽ ഏതായാലും ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ആന ഇപ്പോൾ നിരീക്ഷിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം മയക്കുവെടി വെക്കേണ്ട സംഘമടക്കം പലയിടങ്ങളിലായി ഉണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഈ പ്രദേശത്ത് എവിടെയോ ആന ഉണ്ട് എന്നതാണ് വനംവകുപ്പ് ഇപ്പോൾ നൽകുന്ന സ്ഥിരീകരണം.